നിത്യമായി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോടൊപ്പം പള്ളിയിൽ വന്ന് ജമാഅത്ത് നിസ്കാരത്തിൽ പങ്കെടുക്കുന്ന ആളായിരുന്നു ബഹുമാനപ്പെട്ട സാബിത്ത് റളിയല്ലാഹു അൻഹു. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ആ ആയത്ത് അവതരിക്കുന്നത്. പുണ്യപ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് ഇടപഴകുമ്പോൾ പാലിക്കേണ്ട പ്രോട്ടോക്കോളുകൾ അടങ്ങുന്ന ആയത്തിറങ്ങി. യാ അയ്യുഹല്ലദീന ആമനു ലാ തർഫഉ അസ്വാത്തക്കും ഫൗഖ സൗത്തിൻ നബിയ്യ്. അവിടുത്തെയോട് സംസാരിക്കുമ്പോൾ വല്ലാതെ ശബ്ദമുയർത്തിയിട്ട് സംസാരിക്കരുത് എന്ന ആയത്ത്. അങ്ങനെ പുണ്യനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് അനാദരവ് കാണിച്ചാൽ നിങ്ങളുടെ സൽക്കർമ്മങ്ങൾ സ്വീകരിക്കപ്പെടുകയില്ല എന്ന ആയത്ത്. ആ ആശയം ധ്വനിപ്പിക്കുന്ന ആയത്തിറങ്ങിയപ്പോൾ സാബിത്ത് റളിയല്ലാഹു അൻഹു തൻ്റെ ശബ്ദം ഉയർന്ന ശബ്ദമാണ്, അതുകൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് വലിയ ശബ്ദത്തിൽ സംസാരിക്കുന്നതിനെപ്പറ്റി പേടിച്ചുകൊണ്ട് പള്ളിയിലേക്ക് വരാതെയായി. അങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അന്വേഷിച്ചു, സാബിത്ത് റളിയല്ലാഹു അൻഹുവിനെ പള്ളിയിലേക്ക് കാണാനില്ലല്ലോ എന്ന്. അപ്പോൾ സാബിത്ത് റളിയല്ലാഹു അൻഹു തൻ്റെ ആശങ്ക വിശദമാക്കി. തൻ്റെ ഉയർന്ന ശബ്ദം പ്രയോഗിച്ചാൽ തന്നെ ആത്മീയമായി അപകടപ്പെടുത്തുമോ എന്ന ആശങ്ക. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, നിങ്ങൾക്കുള്ളത് ജന്മനായുള്ള ശബ്ദമല്ലേ, ഉയർന്ന ശബ്ദം. അതുകൊണ്ട് ഈ വിഷയം നിങ്ങൾക്ക് ബാധകമല്ല, വിഷമിക്കേണ്ടതില്ല എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു. തൻ്റെ മനസ്സിൽ പുണ്യപ്രവാചകരോടുള്ള അനാദരവിൻ്റെ ഒരംശം പോലുമില്ലെങ്കിലും തൻ്റെ ഉയർന്ന ശബ്ദത്തിലുള്ള സംസാരം അനാദരവുള്ളതായി തെറ്റിദ്ധരിപ്പിക്കാനിടയാകുമല്ലോ എന്നതാണ് ആശങ്ക.